വെൽക്കം ടു സ്നേഹ ടേസ്റ്റ് സ്റ്റൈൽസ്. ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ റിങ്സ് കഴിച്ചിട്ടുണ്ടോ? 5 മിനിറ്റ് പോലും എടുക്കത്തില്ല ഈ ഒനിയൻ റിങ്സ് ഉണ്ടാക്കാൻ. അതിനാദ്യം തന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് കുറച്ച് ബ്രെഡ് എടുത്ത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവാള എടുത്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അരിയുന്നത് ഈ കാണുന്ന പോലെ റൗണ്ടായിട്ട് അരിയണേ. വെറും നൈസായിട്ട് അരിയല്, കുറച്ച് കനത്തിൽ തന്നെ അരിയണം. വെറും ചെറുതാവാതെ ഒരു മീഡിയം വലുപ്പത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ റിങ്സ് ഇളക്കിയെടുക്കാം. അതിൽ നിന്ന് ഇതുപോലെ ഓരോ റിങ്ങായിട്ട് ഇളക്കി എടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ടാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കായത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് മൈദ, അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, എരിവിനാവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ച റിങ്സ് എല്ലാം ആദ്യം തന്നെ മൈദയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്ററിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. മൈദക്കകത്തിട്ട് കോട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കോട്ട് ചെയ്യുമ്പോഴത്തേന് നല്ലൊരു കൺസിസ്റ്റൻസി അതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമുക്കത് ബ്രെഡ് ക്രംസിലൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് നേരം ഇടല്, പെട്ടെന്ന് കരിഞ്ഞു പോകും. 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. അപ്പുറം ഇപ്പുറം ഇട്ട് എടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ആ ഗോൾഡൻ കളർ വരും. ഭയങ്കര സിമ്പിളും ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ മഴയത്ത് ചൂടോടെ ചായയുടെ കൂടെ ചൂടോടെ ഒനിയൻ റിങ്സ് ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഒനിയൻ റിങ്സ് ഉണ്ടാക്കിയിട്ട് എന്തായാലും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പുറം ഭയങ്കര ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒനിയൻ റിങ്സ് ആയത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കായത്. എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസാണ്. ഒന്നും നമുക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്